നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. എക്സസൈസ് സെറ്റ് 2.4 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. Suppose a plant has height 1.75 feet and its growth by 0.5 feet each month. First one, find the height after 7 months. And second, make a table of values for the value from 0 to 10 months and show how the height edge increase every month. Find an expression that relates h and t and explain why it represents linear growth. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു പ്ലാന്റിന്റെ ഹൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ പ്ലാന്റിന്റെ ഹൈറ്റ് തുടക്കത്തിൽ 1.75 ഫീറ്റ് ഉണ്ട്. ദെൻ ഓരോ മാസവും അത് 0.5 ഫീറ്റ് വീതം വളരുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആഫ്റ്റർ 7 മന്തിന് ശേഷം അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ദെൻ അതുപോലെ തന്നെ ഒരു ടേബിൾ ഉണ്ടാക്കണം. ആ ടേബിളില് ഓരോ മാസവും എത്രമാത്രം അതിന്റെ ഹൈറ്റ് കൂടുന്നു എന്നതിന്റെ കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ വരുന്നത് ലീനിയർ എക്സ്പ്രഷൻ. ആയിട്ട് ഈ ഒരു ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ ഹൈറ്റ് of the plant equal to 1.75 feet. Initial height of the plant 1.75 feet and the growth every month. ഗ്രോത്ത് അറിയാം, അതായത് ആ പ്ലാന്റ് ഓരോ മാസവും എത്രമാത്രം വളരുന്നു എന്നുള്ളതാണ്. ഗ്രോത്ത് എവരി മന്ത് ഈസ് ഈക്വൽ ടു 0.5 ഫീറ്റ് വീതമാണ് ഓരോ മാസവും വളരുന്നത്. Then ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഹൈറ്റ് ആഫ്റ്റർ 7 months. 7 മാസത്തിന് ശേഷം എത്രയാണ് ആ പ്ലാന്റ് വളരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് in 7 months. 7 മാസത്തിൽ ആ പ്ലാന്റിന്റെ വളർച്ച എത്രയായിരിക്കും? 7 മാസത്തിൽ അതിന്റെ എത്രയാണ് അത് ഇൻക്രീസ് ചെയ്തത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 0.5 into 7 എന്ന് എഴുതാം. അതായത് ഫസ്റ്റ് മന്തിൽ ഓരോ മാസത്തിലും 0.5 ഫീറ്റ് വീതമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് മന്തിൽ അത് എത്രയായിരിക്കും? 0.5 ഫീറ്റ് ഇൻക്രീസ് ചെയ്യുക. ദെൻ സെക്കൻഡ് മന്തിലാവുമ്പോൾ വീണ്ടും ഒരു 0.5 വീതം ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 0.5 into 0.5 ഫീറ്റ് എന്ന് എഴുതാം. Then 3 മന്തിൽ തേർഡ് മന്തിൽ എത്രയായിരിക്കും അതിന്റെ ഇൻക്രീസ് എന്ന് ചോദിച്ചാൽ 3 into 3 times 0.5 ഫീറ്റ് വീതം ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇവിടെ 7 മന്തിൽ 0.5 into 7 ഫീറ്റ് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 0.5 into 7 is equal to 3.5 ഫീറ്റ് ആണ്. ഇത്രയുമാണ് അത് ഇൻക്രീസ് ചെയ്തത്. അപ്പോ എന്താണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ അതിന്റെ വളർച്ചയാണ്. ടോട്ടൽ ഫൈൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഹൈറ്റ് ആഫ്റ്റർ 7 months. അങ്ങനെയെങ്കിൽ ആ പ്ലാന്റിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? അതിന്റെ പ്ലാന്റിന്റെ ആരംഭത്തിലുള്ള ഹൈറ്റ് ആണ് 1.75 എന്ന് പറയുന്നത്. അതിന്റെ കൂടെയാണ് ഓരോ മാസത്തിലും 0.5 വീതം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 7 മന്തിൽ ആഫ്റ്റർ 7 months ഹൈറ്റ് ആഫ്റ്റർ 7 months ഈക്വൽ ടു 7 മാസത്തിന് ശേഷം എത്രയായിരിക്കും ആ പ്ലാന്റിന്റെ ഹൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഹൈറ്റ് ആഫ്റ്റർ 7 months ഈക്വൽ ടു 1.75
1.75 ഫീറ്റ്. ഫസ്റ്റ് 1.75 ഫീറ്റ് ആണ് അതിന്റെ ആ പ്ലാന്റിന്റെ ഹൈറ്റ് ഉള്ളത്. 7 മാസം അത് എത്ര ഇൻക്രീസ് ചെയ്തു? ആ 1.75ന്റെ കൂടെ എത്രമാത്രം അത് വളർന്നു? 3.5 ഫീറ്റ് കൂടെ വളർച്ച അതിനുണ്ടായി. ദാറ്റ് ഈസ് 1.75 പ്ലസ് 3.5 ഫീറ്റ് എന്ന് എഴുതാം. ഈക്വൽ ടു 1.75 plus 3.5 ആണ്. ദാറ്റ് ഈസ് 5 2 1 5. 5 പോയിന്റ് ആൻസർ ആയിട്ട് വരുന്നത് 5.25 ഫീറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആഫ്റ്റർ 7 months ഈസ് 5.25 ഫീറ്റ്. നെക്സ്റ്റ് വൺ ടേബിൾ വരയ്ക്കാനാണ്. അതായത് ഓരോ മാസത്തിനനുസരിച്ച്, അതായത് മന്തിനനുസരിച്ച് ഹൈറ്റ്, ആ പ്ലാന്റിന്റെ ഹൈറ്റ് എത്രയാണ് എന്നതാണ് ടേബിളിലൂടെ നമുക്ക് വരച്ച് കാണിക്കേണ്ടത്. സോ ടേബിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. ഇവിടെ ടേബിളിൽ ഫസ്റ്റ് റോയിൽ വരുന്നത് ടി ആണ്. ടി എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ടി ഡിനോട്ട് ചെയ്യുന്നത് മന്തിനെയാണ്. Then next വരുന്നത് ഹൈ എച്ച് ആണ്. എച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റ് യൂണിറ്റ് പറയുന്നത് ഫീറ്റിലാണ്. ഇവിടെ ഫീറ്റ് ആണ് യൂണിറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈറ്റിന്റെ യൂണിറ്റ് ഫീറ്റ് ആയിട്ട് എടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ്? സ്റ്റാർട്ടിങ് ഇവിടെ മന്തിനുള്ള റോളാണ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ് ആ ഒരു പ്ലാന്റിന്റെ ഹൈറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്? 1.75 ഫീറ്റ് ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 0 ഇട്ടത്. ദെൻ 1 പോയിന്റ് ഹൈറ്റ് വരുന്നത് 1.75 ഫീറ്റ്. ദെൻ ഫസ്റ്റ് മന്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ കൂടെ ഈ 1.75ന്റെ കൂടെ ഒരു 0.5 ഫീറ്റ് ഓരോ മാസവും 0.5 ഫീറ്റ് വീതം കൂടുന്നു എന്നാണ് പറഞ്ഞത്. ഇൻക്രീസ് ചെയ്യുന്നത്, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് 0.5 ഫീറ്റ് ആണ് ഓരോ മാസവും ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഏതിന്റെ കൂടെയാണ് വരുന്നത്? 1.75 ഫീറ്റ് എന്നുള്ള ആ ഒരു പ്ലാന്റിന്റെ ആരംഭത്തിലുള്ള വളർച്ച ഹൈറ്റ് 1.75 ആണ്. അതിന്റെ കൂടെ ഇത് എത്ര വർദ്ധിച്ചു? 0.5 ഫീറ്റ് കൂടെ വർദ്ധിച്ചു. എത്ര മാസമാണിത്? ഫസ്റ്റ് മന്തിനാണ് പറയുന്നത്. ഇപ്പോൾ എത്രയാണ് ഇതിന്റെ ടോട്ടൽ തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2.25 ഫീറ്റ് എന്ന് കിട്ടും. That is first month 2.25 feet ആണ് ടോട്ടൽ ഹൈറ്റ്, ആ പ്ലാന്റിന്റെ ടോട്ടൽ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. Then 0.5 കൂടെ ആഡ് ചെയ്യാം. That is 2.75 എന്ന ആൻസർ കിട്ടും. Then തേർഡ് മന്തിലാവുമ്പോൾ വീണ്ടും ഒരു 0.5 വരും. That is 3.25 feet വരും. Then ഫോർത്ത് മന്തിൽ ടോട്ടൽ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് പ്ലാന്റിന്റെ ടോട്ടൽ ഹൈറ്റ് ആയിട്ട് വരുന്നത്? 3.75. ദെൻ ഫിഫ്ത്ത് മന്ത് ആവുമ്പോൾ 4.25 ഫീറ്റ് വരും. ദെൻ സിക്സ്ത് 4.75, അതായത് 0.5 ആഡ് ചെയ്താൽ മാത്രം മതി. ദെൻ സെവൻത് മന്ത് 5.25 ഫീറ്റ്. Then 8th മന്തിൽ വരുന്നത് 5.75 എന്ന് വരും. Then 9th 6.25 and 10th 6.75. ഇതാണ് ഈ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. 10th മന്തിലെയും പ്ലാന്റിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് ഈ ഒരു ടേബിളിൽ കാണിക്കുന്നത്. ലീനിയർ എക്സ്പ്രഷൻ എഴുതാനാണ്. ഹൈറ്റും അതുപോലെ തന്നെ മന്തിനെയും ബേസ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോ മാസത്തിലെയും ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ആ പ്ലാന്റിന്റെ ഹൈറ്റ് അറിയാം. ദാറ്റ് ഈസ് 1.75 ആണ്. അതിന്റെ കൂടെ ഓരോ മാസവും ഈ ഒരു പ്ലാന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്ര? 0.5 വീതം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ വരുന്നത് 0.5 ആണ്. ആ 0.5 ഓരോ മാസവും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ മന്തിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുള്ളത് T ആണ്. അപ്പൊ 0.5 into T എന്ന് എഴുതാം. That is H is equal to 1.75 in plus 0.5 T എന്നായിരിക്കും ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ലീനിയർ എക്സ്പ്രഷൻ ഇതാണ് വരുന്നത്. That is H is equal to 1.75 plus 0.5 into T. ഇതാണ് ലീനിയർ എക്സ്പ്രഷൻ. ഇത് ലീനിയർ ഗ്രോത്ത് ആണ്. എന്താണ് ഇത് ലാസ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഇത് ലീനിയർ ഗ്രോത്ത് ആണ്. എന്തുകൊണ്ടാണ്? എക്സ്പ്ലെയിൻ വൈ ഇറ്റ് റെപ്രസെന്റ് ലീനിയർ ഗ്രോത്ത്. ഈ ഒരു പാറ്റേൺ ലീനിയർ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ലീനിയർ ഗ്രോത്ത് ആണ് എന്ന് പറയാൻ കാരണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ലീനിയർ ഗ്രോത്ത് എന്നാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ലീനിയർ ഗ്രോത്ത് എന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ലീനിയർ ഗ്രോത്ത് ആവാൻ കാരണം? അതായത് ഇതിനെ ഈ ഒരു 0.5 ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. 0.5 വീതം. ഈ ഒരു കോൺസ്റ്റന്റ് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കാരണം ഇതിന് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കോൺസ്റ്റന്റ് ഓരോ ടേമിലും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.5 വീതം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ മന്തിലും അതിന്റെ ഹൈറ്റ് 0.5 ഫീറ്റ് വീതം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് ലീനിയർ ഗ്രോത്ത് എന്ന് പറയാൻ കാരണം. The height increases by 0.5 feet. So it represents linear growth. So it represents linear growth. Question number 2. A mobile phone is bought for 10,000 rupees. Its value decreases by 800 rupees every year. Find the value of the phone after 3 years. Make a table of values for 3 values from 0 to 8 years and show how the value of the phone depreciates with time. And third, find an expression that relates B and D and explain why this represents a linear decay. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മൊബൈൽ ഫോൺ ഈ വർഷം ഒരു മൊബൈൽ ഫോൺ 10,000 rupeesനാണ് വാങ്ങിയത്. 10,000 rupeesനാണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിയത്. ദെൻ നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ ഓരോ തുടർന്ന് അങ്ങോട്ടേക്കുള്ള വർഷത്തിൽ അതിന്റെ വാല്യൂ 10,000-ൽ നിന്നും 800 rupees കുറഞ്ഞു വരുന്നു. ഈ 10,000 rupees നിന്നും 800 rupees കുറയുന്നു. വീണ്ടും നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ 800 rupees കുറയുന്നു. ഈ രീതിയിൽ ഓരോ വർഷം കഴിയും തോറും അതിന്റെ വാല്യൂ 800 rupees കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫോൺ ആഫ്റ്റർ 3 years ഫോണിന്റെ വാല്യൂ ആഫ്റ്റർ 3 years എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ നമുക്ക് അറിയാം? ഇവിടെ ഇനീഷ്യൽ വാല്യൂ അറിയാം. ഇനീഷ്യൽ വാല്യൂ ഓഫ് മൊബൈൽ ഫോൺ equal to 10,000 rupees. 10,000 rupees ആണ് മൊബൈൽ ഫോണിന്റെ ഈ വർഷം വാങ്ങിയ സമയത്ത് ഈ വർഷത്തെ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ തുടർന്ന് ഓരോ വർഷത്തിലും അതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര രൂപ വെച്ചാണ് കുറയുന്നത്? 800 രൂപ വെച്ചാണ് കുറയുന്നത്. വാല്യൂ decreases every year.
value decreases every year is equal to 800 rupees. First question, value decreases. Value decreases in 1 year. 1 yearly എത്രയായിരിക്കും അതിന്റെ വാല്യൂ, അതായത് ഫോണിന്റെ വാല്യൂ കുറയുക is 100 rupees ആണ് 1 year. Value decreases in 1 year equal to 800. Then value അങ്ങനെയെങ്കിൽ value decreases in 3 years. 3 years എത്രയായിരിക്കും അതിന്റെ ഫോണിന്റെ വാല്യൂ കുറയുന്നത്? ഫസ്റ്റ് 1 year ആകുമ്പോൾ 800, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 800 വരും. That is 2 into 800, 2 times 800 വരും. Then 3 years ആകുമ്പോൾ 3 times 800 വരും. That is 800 into 3 is equal to 2,400 rupees. ഈ 10,000 rupees നിന്നും കുറയും 3 years ആകുമ്പോൾ. Then എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? Therefore value of phone after 3 years. Value of phone after 3 years. 3 yearsന് ശേഷം ആ ഫോണിന്റെ വാല്യൂ എത്രയാകും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? That is 10,000. അതായത് ആ ഫോണിന്റെ ഇപ്പോഴത്തെ റേറ്റ് 10,000 ആണ്. Then 10,000ൽ നിന്നും എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത്? 2,400 rupees ആണ് കുറഞ്ഞു വരുന്നത്. That is 2,400 rupees is equal to 7,600 rupees. ഇത്രയാണ് 3 yearsന് ശേഷം ആ ഫോണിന്റെ റേറ്റ് ഉണ്ടാവുക. Then next question എന്താണ് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. Make a table of values for the values from 0 to 8 years. അതായത് ഒരു ടേബിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടേബിളില് P ഡിനോട്ട് ചെയ്യുന്നത് ഇയേഴ്സിനെയും അതുപോലെ തന്നെ B ഡിനോട്ട് ചെയ്യുന്നത് ഫോണിന്റെ റേറ്റ്, അതായത് വാല്യൂസ് ആണ്. ടേബിൾ വരക്കാം. ടേബിളിന്റെ ഫസ്റ്റ് കോളത്തിൽ ഇയേഴ്സും അതുപോലെ തന്നെ വാല്യൂസുമാണ് എഴുതേണ്ടത്. ഇയേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് T വെച്ചിട്ടാണ്. അതുപോലെ തന്നെ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് B ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Then 0, 1, 2, 3, 4, 5, 6, 7, 8 years ആണ് പറഞ്ഞിട്ടുള്ളത്. Then 0 എന്നത് ഈ ഒരു ഇയർ, ഈ വർഷം നമ്മൾ വാങ്ങുന്നതിന്റെ നെക്സ്റ്റ് വർഷം മുതൽ ഇതിന്റെ ഫോണിന്റെ റേറ്റ് 800 rupees ആയി കുറഞ്ഞു വരികയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇനീഷ്യൽ ഇയർ, ഫസ്റ്റ് ഇയർ, ആ തുടക്കത്തിൽ എത്രയാണോ അതിന്റെ റേറ്റ് ആ ഇയറിനെയാണ് 0 ഡിനോട്ട് ചെയ്യുന്നത്. 10,000 അപ്പോൾ അതിന്റെ വാല്യൂ പറയുന്നത് 10,000 rupees ആണ്. Then next 800 rupees കുറയുകയാണ്. അതിൽ നിന്ന് 10,000ൽ നിന്നും 800 rupees കുറയുകയാണ്. That is 9,200 rupees. 9,200 rupees ആണ് വരുന്നത്. Then വീണ്ടും 800 rupees അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ 800 rupees കുറയുകയാണ്. That is 8,400 rupees ആയിട്ട് മാറി. Then 3 years 3 വർഷത്തിന് ശേഷം എത്ര ആയി? 7,600 rupees ആയി. Then fourth year 6,800 rupees. വീണ്ടും ഒരു 800 rupees കുറഞ്ഞു. Third year that is 6,800 rupees. And 6th year ആകുമ്പോൾ വീണ്ടും 800 rupees കുറഞ്ഞു. That is 6,000 rupees ആയി കൊണ്ടുവരുന്നത്. And sixth year 5,200 rupees. And 7th year 4,400 rupees. Then 8th year 3,600 rupees. 3,600 rupees. ഇത്രയുമാണ് ഓരോ വർഷവും 8 ഇയറിലും അക്കൗണ്ട് റേറ്റ് ആയിട്ട് വരുന്നത്. ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു
Actually, the answer. Then next, then linear expression ആണ് എഴുതേണ്ടത്. linear expression ഏതൊക്കെ യൂസ് ചെയ്തിട്ട് being അതുപോലെ തന്നെ filling യൂസ് ചെയ്തിട്ട് b means values of the one and it is the years ഇത് യൂസ് ചെയ്തിട്ടാണ് linear expression എഴുതേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് ദ ഫോൺ ആണ്. ദാറ്റ് ഈസ് v വാല്യൂ v ഈസ് ഈക്വൽ ടു ഏതിൽ നിന്നാണ് ഫോണിന്റെ റേറ്റ് കുറഞ്ഞു വരുന്നത്? ഇനീഷ്യൽ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 10,000 നിന്നാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ മൈനസ് എത്രയാണ് കുറഞ്ഞു വരുന്നത്? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 800. അതിന്റെ വാല്യൂ കുറഞ്ഞു ഓരോ വർഷവും കുറഞ്ഞു വരുന്നത് 800 ആണ്. അതിന് ചേഞ്ച് വരുന്നില്ല. അത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ 800 എത്രയാണ് കുറഞ്ഞു വരുന്നത്? 800 rupees ആണ് കുറഞ്ഞു വരുന്നത്. അപ്പൊ ഓരോ വർഷവും കുറഞ്ഞു വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറില് 800 ആവും. സെക്കൻഡ് ഇയർ ആവുമ്പോൾ എത്ര 800 വരും? 2 times 800 വരും. അപ്പൊ ഇയേഴ്സിനനുസരിച്ച് അതിന്റെ വാല്യൂസ് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഇവിടെ ഇയേഴ്സിന്റെ ഇതിന്റെ വാരിയബിൾ ആയിട്ട് കൊടുത്തത് ടി ആണ്. ടി ആണ് ഇയേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് വരും? ഇൻറ്റു ഇയേഴ്സ്. ദാറ്റ് ഈസ് ടി വരാം. ടി ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഇവിടെ ഇയേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. Then എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം? 10,000 ഇനീഷ്യൽ വാല്യൂ 10,000 ആണ്. 10,000 മൈനസ് 800 അത് കോൺസ്റ്റന്റ് ആണ്. അതിന് ചേഞ്ച് വരുന്നില്ല. Then into T. So V is equal to, therefore V is equal to 10,000 into 800 T എന്ന് എഴുതാം. Then ഇവിടെ പറയാൻ കാരണം ഇത് represents linear decay ആവാൻ കാരണം ഇതിന്റെ കോൺസ്റ്റന്റ് എമൗണ്ട് ഇതിൽ നിന്നും കോൺസ്റ്റന്റ് എമൗണ്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ആണെങ്കിൽ എന്താണ് പറയുക? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലീനിയർ ഗ്രോത്ത് എന്നും ഡിക്രീസ് ആവുമ്പോൾ അത് ലീനിയർ ഡീകേ എന്നുമാണ് അറിയപ്പെടുന്നത്. ലീനിയർ ഡീകേ എന്നാണ് ഇതിനെ ലീനിയർ ഡീകേയും ആയിരിക്കും. It represents linear decay because the value decreases by 800 rupees every year. So ഇതിൽ 3 questions നമ്മൾ 3 questions solve ചെയ്തു. അതായത് 3 years അതിൽ ഫോണിന്റെ റേറ്റ് 7,600 ആയി കുറഞ്ഞു. ഇതിൽ നിന്ന് 10,000 നിന്ന് then ടേബിളിൽ 8 year വരെയുള്ള ആ ഫോണിന്റെ റേറ്റ് കാണിച്ചു. ഇത് ഈ ഒരു എക്സ്പ്രഷൻ എന്താണ് വരുന്നത്? ലീനിയർ ഡികേ ആണ് കാണിക്കുന്നത്. So ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യന്. Then next question. Third question, the initial population of a village is 750. Every year, 50 people move from a nearby city to the village. Question number 1, find the population of the village after 6 years. And second, make a table of values 40 varying from 0 to 10 years. And show how the population increases every year. And the third, find an expression that relates P and T and explain why it represents a linear growth. Population 750 ആണ് അതായത് initial population. Then ഓരോ വർഷവും every year 50 people വീതം ആ വില്ലേജിലേക്ക് വരുന്നത്. അതായത് സിറ്റിയിൽ നിന്നും വില്ലേജിലേക്ക് എല്ലാ വർഷവും 50 people വീതം അവിടത്തേക്ക് വരുന്നു, അവിടെ താമസിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ 750 കൂടെ എല്ലാ വർഷവും 50 ആഡ് 50 people കൂടെ ആഡ് ചെയ്യുന്നു. 50 people കൂടെ അവിടേക്ക് വരുന്നു. അപ്പോൾ ഫസ്റ്റ്ലി എന്താ ക്വസ്റ്റ്യനിൽ തന്നത് ഇനീഷ്യൽ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ പോപ്പുലേഷൻ ഓഫ് a village. Initial population of a village is equal to 750. എല്ലാ വർഷവും അവിടുത്തെ ജനസംഖ്യ, വില്ലേജിലെ ജനസംഖ്യ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ increases population increases every year. Every year is equal to എത്രയാണ്, എത്ര people ആണ് വരുന്നത്? 60 people ആണ് വില്ലേജിലേക്ക് വരുന്നത്. So next എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Find the population of the village after 60 years. 60 yearsന് ശേഷം ആ വില്ലേജിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടാകും. അതിനെ കണ്ടുപിടിക്കണം. എത്രയായിരിക്കും 6 വർഷത്തിൽ എത്ര ജനസംഖ്യ അവിടെ പീപ്പിൾ പോപ്പുലേഷൻ എത്രയായിരിക്കും വർദ്ധിച്ചിട്ടുണ്ടാവുക, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് കണ്ടുപിടിക്കണം. So increase the population increases population in 1 year. 1 yearലെ എത്രയാണ്? in 1 yearലെ എത്രയാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? 50 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ increases population in 60 years. 60 yearsലെ എത്രയായിരിക്കും ജനസംഖ്യ അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തത് എന്ന് പറയുന്നത്? ഇൻക്രീസ് ചെയ്തത് എത്രയായിരിക്കും? 1 yearലെ 1 into 50 into 1 ആണ്. Then 2 year ആവുമ്പോൾ 250 ആണ് വരുന്നത്. That is 50 into 2. Then 60 years 50 into 60 ആണ്. That is 50 into 2 equal to 300 ആണ് അവിടുത്തെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്. 60 year ആണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് 300 ആണ് വർദ്ധിക്കുന്നത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Population of the village after 60 years is equal to 60 yearsൽ എത്രയായിരിക്കും അവിടുത്തെ ജനസംഖ്യ? 60 yearsന് ശേഷം എത്രയാണ് ജനസംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ചെയ്താൽ മതി. ആദ്യം ഇനീഷ്യൽ ജനസംഖ്യ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ് ജനസംഖ്യ ഉള്ളത്? 750 ആണ്. അതിന്റെ ഏത് ആഡ് ചെയ്യണം? 6 വർഷത്തിൽ ഇൻക്രീസ് ചെയ്ത ജനസംഖ്യ എത്രയാണ്? പോപ്പുലേഷൻ എത്രയാണ്? 300. 750 300 ആഡ് ചെയ്യാം. That's equal to 0, 5 and 10. It is that's equal to 1050. 1050. അതായത് 60 yearsന് ശേഷം 1050 പോപ്പുലേഷൻ ആണ് ആ വില്ലേജിലെ ജനസംഖ്യയിലേക്ക് എത്തിയത്. Then next കോൺസെപ്റ്റ് age ആണ് വരുന്നത്. ഏജിനെ ലിമിറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടാണ്. Then അതുപോലെ തന്നെ സെക്കൻഡ് പോപ്പുലേഷൻ എല്ലാം പോപ്പുലേഷൻ പിന്നോട്ട് ചെയ്യുന്നത് ചെയ്തിട്ടാണ്. 0 മുതൽ 10 വരെയാണ് ഏജ് പറയുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then first സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ്? 750 ആണുള്ളത്. അതായത് 750 പോപ്പുലേഷൻ ചെയ്യുന്നത്. Then 1 year ഒരു വർഷം കൂടെ കൂടുമ്പോൾ എത്രയായിരിക്കും? 50 ആണ് കൂടേണ്ടത്. 50 പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. Then 1 year ആകുമ്പോൾ 50 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. So 700 plus 50 is equal to 800. And second year ആകുമ്പോൾ വീണ്ടും ഒരു 50 ഇൻക്രീസ് ചെയ്തു 850 and so it 900 and 0 next day
950, 10,000, 10,050, 10,000, 100, 10,150, 10,200, 10,250, 10 around 1,250 ആണ് അവിടുത്തെ പോപ്പുലേഷൻ ആയിട്ട് വരുന്നത്. Then third question എന്താണ് നോക്കാം. ടേബിൾ കംപ്ലീറ്റ് ആയി. Third question find the expression that relates P and P base ചെയ്തിട്ടുള്ള linear expression ആണ്. And they represent linear growth. എന്തുകൊണ്ടാണ് ഇത് linear growth ആവുന്നത്? So എങ്ങനെയാണ് linear expression base ചെയ്തിട്ടുള്ള linear expression ആവുന്നത്? നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഏതാണ് ഇൻക്രീസ് എന്താണ് കണ്ടുപിടിക്കുന്നത്? പോപ്പുലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാണ് population. P is equal to this population. Population equal to starting എത്രയായിരിക്കും population? 700 ആണ് starting population വരുന്നത്. അതിൻ്റെ കൂടെ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള 50 ആണ്. 50 ആണ് എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 50 into ഇപ്പോൾ 1 ഇയറിൽ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? 60 ആണ്. ദാറ്റ് ഈസ് ഏതാണെന്ന് വെച്ചാൽ 60 into 1 എഴുതാം. Then 2 year ആകുമ്പോൾ 60 കൂടെ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് 50 into 2 എഴുതാം. 50 into 2. Then ഈ ഒരു ക്രമത്തിലാണ് ഇവിടെ എല്ലാ വർഷവും ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഇങ്ങനെ എഴുതാം. 50 into 2 ഇയറിന് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ 50 into എത്ര ഇത് 1 ഇയറിൽ 150 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. Then second year എന്താണ്? 250 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 50 into ഇയേഴ്സിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇയേഴ്സിന് പോകുന്നത് 17 ആണ് വരുന്നത്. Then population അതിനകത്ത് ശരിയാണ്. Then 750 plus 50 into 2. ഇതാണ് linear expression. linear expression വെച്ചിട്ടുള്ളത് 750 plus 53 ആണ് വരുന്നത്. Then ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇത് linear growth ആണ്. ബിക്കോസ് എന്താണ് പ്ലസ് 50 ആണ്. അതായത് 150 ഇൻക്രീസ് ചെയ്യുന്നത് എല്ലാ വർഷവും ഇവിടെ 50 ടോട്ടൽ ഡേറ്റ ആ വില്ലേജിലേക്ക് 50 ടോട്ടൽ ഡേറ്റ ആ വില്ലേജിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് 1 ഇയർ ആകുമ്പോൾ 50 ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തു. അതായത് 50 ആണ് ഇവിടെ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ linear growth ഡിക്രീസിംഗ് വരുന്നത്. ഫസ്റ്റ് 60 ഇയേഴ്സിന് ശേഷം എത്രയായിരിക്കും ആ വില്ലേജ് കണ്ടുപിടിച്ചു. സെക്കൻഡ് അതിൻ്റെ പോപ്പുലേഷനും ഏജ് ചർച്ചകൾ തമ്മിലുള്ള ചെയ്യുമ്പോഴായിരിച്ചു. അതുപോലെ തന്നെ linear expression linear expression എഴുതി. ഇത്രയും ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A telecom company charges 600 for a certain recharge fee. This prepaid balance is reduced by 50 rupees each day after the recharge. First, write in question number 4. A telecom company charges 600 rupees for a certain recharge fee. This prepaid balance is reduced by 50 rupees each day after the recharge. First one, write the equation.
That models the remaining balance B of X after using the scheme for X days. Explain why it represents linear detail. Then second, after how many days will the balance run out? And third, make a table of values for X varying from 1 to 10 days and show how the balance B of X reduce with time. 600 rupees റീചാർജ് ചെയ്യുകയാണ് മൊബൈലിൽ 600 rupees റീചാർജ് ചെയ്യുകയാണ്. ദെൻ അതിനുശേഷം ഓരോ ദിവസം കഴിയുമ്പോഴും ഈ 600 നിന്നും ഇതിന്റെ ബാലൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 15 rupees ഓരോ ദിവസവും മൈനസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ ബാലൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എഴുതാം. It is initial balance. അതായത് ഫസ്റ്റ് നമുക്ക് ഉണ്ടായ ആ ബാലൻസ് എത്രയാണെന്ന് പറയാം. ഇനീഷ്യൽ ബാലൻസ് ഈസ് ഈക്വൽ ടു 600 rupees ആണ് റീചാർജിന് വരുന്നത്. ദെൻ എത്രയാണ് ബാലൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ഡിക്രീസസ് is equal to 15 rupees. Then ഇവിടെ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് എക്സ് ആണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ഡേയ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്. നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. റിമൈനിങ് ബാലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിൽ നിന്നാണ് റിമൈനിങ് ബാലൻസ് മൈനസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? 600 ആണ്. ഇനീഷ്യൽ ബാലൻസ് തന്നിട്ടുണ്ട് 600 ആണ്. അതിൻ്റെ അകത്ത് നിന്നാണ് മൈനസ് ചെയ്യുന്നത്. 15 എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന 15 ആണ്. എല്ലാ ദിവസവും 15 എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. അതിന് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ആ കോൺസ്റ്റന്റ് റേറ്റ് ആണ് ഏത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 600 മൈനസ് 15. ഇപ്പോൾ വാരിയബിൾ ആയിട്ട് വാരി ചെയ്യുന്നത് ഏതാണ്? ഡി ആണ് വരുന്നത്. ഡേയ്സ് ആണ് ചേഞ്ച് വരുന്നത്. ഡേയ്സ് ചേഞ്ച് വരുന്നത്. അതായത് ഫസ്റ്റ് ഡേയില് എത്രയാണ് വരുന്നത്? 15 into 115 ആണ് മൈനസ് ചെയ്യുന്നത്, അതായത് ഡിക്രീസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഡേയില് 15 plus 15, that is 215. 15 into 2, 2 times ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് ഡേയിൽ. അപ്പോൾ ഇവിടെ ഡേയ്സ് ആണ് ഡേ ആണ് വേരിയബിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ചേഞ്ച് വരുന്നത്. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ ഡേയ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആണ് ഡേയ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ 15 into x എന്ന് എഴുതുന്നു. That's equal to B of X. Remaining balance B of X equal to 600 minus 15 into x is 15x എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ലീനിയർ ഡീറ്റെയിൽ ആണ്? കാരണം ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺസ്റ്റന്റ് ആയ 16 ആണ്. എല്ലാ ദിവസവും അതിന്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യുകയാണ്. അതായത് കുറഞ്ഞു ബാലൻസ് കുറഞ്ഞു വരികയാണ്. linear detail. ഈ എക്സ്പ്രഷൻ ലീനിയർ ഡീറ്റെയിൽ ആണ് എക്സ്പ്രഷൻ ചെയ്യുന്നത്. ബിക്കോസ് കാരണം എന്താണ്? ഇത് ലീനിയർ ഡീറ്റെയിൽ ആണ്. ബിക്കോസ് the balance decreases by constant rate. Constant rate 15 rupees per day.
Then next the balance zero ആവുന്നത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. റിമൈനിങ് ബാലൻസ് എന്നാണ് ഡിനോട്ട് ചെയ്തത്? ഡി ഓഫ് എക്സ് യൂസ് ചെയ്തിട്ടാണ് റിമൈനിങ് ബാലൻസ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഡി ഓഫ് എക്സ് എന്താണ് വരേണ്ടത്? ഡി ഓഫ് എക്സ് സീറോ ആവാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഡി ഓഫ് എക്സ് സീറോ ആകുന്നത് എത്ര ദിവസം കൂടും, ഏത് ദിവസത്തിലാണ് ഡി ഓഫ് എക്സ് സീറോ ആകുന്നത് എന്നാണ് ചോദിക്കുന്നത്. റിമൈനിങ് ബാലൻസ് സീറോ ആകുന്നത് എപ്പോഴാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആണ് വേണ്ടത്. ബാലൻസ് സീറോ ആണ് സീറോ ഏത് ദിവസം ആണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ ഡി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആണ്. ഇവിടെ ഡി ഓഫ് എക്സ് നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ 600 മൈനസ് 15x ആണ് ഡി ഓഫ് എക്സ്. പക്ഷേ ഡി ഓഫ് എക്സിന് പകരം എന്തെഴുതാം? 600 മൈനസ് 15x എന്ന് എഴുതാം. ഈക്വൽ ടു എന്താണ്? സീറോ. Therefore 600 ഇവിടെ LHS 600 ഇവിടെ പ്ലസ് ആണ്. നമുക്ക് RHS മാറ്റാം. ദാറ്റ് ഈസ് 15 മൈനസ് 15x ഈക്വൽ ടു പ്ലസ് ഉള്ളത് മൈനസ് ആണ് മാറും. ദാറ്റ് ഈസ് മൈനസ് 600. ഇവിടെ മൈനസ് മൈനസ് എന്താണ്? ഇവിടെ കട്ടായി പോവാം. സോ 15x ഈക്വൽ ടു 600 എന്ന് എഴുതാം. That is x equal to, therefore x equal to 600 divided by 15. 600 divided by 15 എന്ന് എഴുതാം. ആൻസർ ആയിട്ട് വരുന്നത് എക്സിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 40 ആണ്. 40 ഡേയ്സ്. എക്സ് നമ്മൾ എന്തിനാണ് ഡിനോട്ട് ചെയ്തത്? എക്സ് നമ്മൾ എക്സ് എന്നുള്ള വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തത് എന്തിനാണ് ഡിനോട്ട് ചെയ്യാനാണ്? ഡേയ്സിനെ ഡിനോട്ട് ചെയ്യാനാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സിനെ ഡേയുടെ എണ്ണത്തെ സൂചിപ്പിക്കാനാണ്. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, ആ രീതിയിലാണ് ഡേയ്സിനെ സൂചിപ്പിക്കാനാണ്. ഇവിടെ ഏതാണ്? 40 ഡേയ്സ്. 40th ഡേ ആണ് ഇവിടെ എക്സിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 40th ഡേ ആണ്. 40ാമത്തെ ദിവസമാണ് ഡി ഓഫ് എക്സ്, അതായത് ബാലൻസ് സീറോ ആകുന്നത്. ഏത് ദിവസമാണ്? 40ാമത്തെ ദിവസം. റീചാർജ് ചെയ്തതിന് ശേഷം 40ാമത്തെ ദിവസമാണ് ബാലൻസ് സീറോ ആയി മാറുന്നത്. Therefore, answer equal to 40 days. 40 days. X is equal to 40 days. So, എന്താണ് പറയുന്നത്? ടേബിൾ വരയ്ക്കാനാണ്. ഓൾറെഡി നമ്മൾ 3 ടെസ്റ്റ് ചെയ്യുന്നു. തന്നെ വരുന്നത് ടേബിൾ വരയ്ക്കണം. എക്സ് വാല്യൂ ഫ്രം എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഡേയ്സ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 to 10 days ചെയ്യുന്നത്. then അതുപോലെ തന്നെ ബാലൻസ് ഓരോ ദിവസത്തെയും ബാലൻസ് ഫസ്റ്റ് വന്നിട്ട് ഡേയ്സ് എഴുതാം. ഡേയ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആണ്. Then second വരുന്നത് ബാലൻസ് ആണ്. ബാലൻസ് ഡി ഓഫ് എക്സ് ആണ് ബാലൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ബാലൻസ് ഡി ഓഫ് എക്സ്. Then ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th, 9th, 10th. Then ഫസ്റ്റ് ഡേയില് എത്രയാണ് ബാലൻസ് വരുന്നത്? 15 ആണ് പറഞ്ഞു വരുന്നത്. 15 rupees ആണ് വരുന്നത്. സോ 600 ആണ് ഇനീഷ്യൽ ബാലൻസ് ആയിട്ടുള്ളത്. Then 600 നിന്ന് 50 rupees വന്നു. That is 500. 85 വന്നു. Then വീണ്ടും ഒരു 15 rupees വരുന്നു. That is 570 വന്നു. Then വീണ്ടും ഒരു 15 rupees വന്നു. That is 565 ആയിട്ട് വന്നു. Then വീണ്ടും 15 rupees. That is 540. And next 500, 25, and 500, 10,
and 495. 7 days, after 7 days, 495 on the other. Then 8 days, after 8 days, 480 on the. Then next day, 465. And the last 10 days, 10 days, 461. So, 10 days, the balance and the remaining balance, first days, then remaining balance below checks. That is 10 days remaining balance and the check of the other. First day remains, first question remaining balance number 2, then second day days, extra days balance is 0 and day from 3 days. 3 days. 3 minutes it was on the balance. Then in 4 question number exercise is on the 4 question complete ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എക്സസൈസ് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.